ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മിൽ പലരും രോഗ അവസ്ഥയിൽ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, വൈദ്യചികിത്സയിൽ മരുന്നുകളില്ലാത്ത രോഗങ്ങൾ വരുമ്പോൾ ഒത്തിരി ദുഃഖത്തോടെ, വേദനയോടെ കർത്താവിനെ അന്വേഷിക്കുന്നത് നാം കാണാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതുവരെ കാത്തിരിക്കാതെ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് നോക്കുക. അവിടെ ആരോഗ്യമുള്ള ഒരു ശരീരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാനും വിവേചിക്കാനുമുള്ള കഴിവുണ്ട്, ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ കർത്താവിന് അതിനെ ഓർത്ത് നന്ദി പറയുക. നമുക്ക് നല്ലൊരു ഹൃദയം, ശ്വസിക്കാനായി ഒരു ശ്വാസകോശം നൽകിയ കർത്താവിന്, നമുക്ക് നൽകിയ ഹൃദയം, നമുക്ക് നൽകിയ ശരീരത്തിൻ്റെ അവയവങ്ങൾ, നാം ശ്വസിക്കുന്ന വായു, നാം ഭക്ഷിക്കുന്ന ഭക്ഷണം, ഇവയെല്ലാം ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ധാരാളം വ്യക്തികൾ ഒത്തിരി പണമുണ്ട് എങ്കിലും അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത, അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത രോഗാവസ്ഥയിൽ ഒത്തിരി പേർ ഇന്ന് ആശുപത്രികളിലും വെന്റിലേറ്ററുകളിലും ICUകളിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. കർത്താവ് നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകി. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ചിലരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ ആരോഗ്യമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ദൈവത്തിനെ നാം മാറ്റിവെച്ചു. നമുക്ക് നന്ദി പറയാൻ സമയമുണ്ടായില്ല. അന്ന് നമ്മുടെ ശരീരം കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാവോ അതെല്ലാം ചെയ്തു. ദൈവത്തിന് പ്രീതികരമായതും ദൈവത്തിന് അപ്രീതികരമായതും നാം നമ്മുടെ ശരീരം മനസ്സും വെച്ച് ചെയ്തു. എന്നാൽ ഇന്ന് കർത്താവിന് നന്ദി പറയുന്ന ഒരു പുതിയ ജീവിതം ഈ രാത്രി തൊട്ട് നമുക്ക് തുടങ്ങാം. ഒരു പുതിയ ജീവിതം നമുക്ക് ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആരെങ്കിലും നമ്മെ ഒരു ചെറിയ സഹായം പോലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഈ ജീവിതത്തിലുടനീളം നാം ചിലപ്പോൾ അവരുടെ പേരുകൾ ഓർക്കുന്നുണ്ടാവില്ല. എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തോട് പറയുക, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതയാത്രയിൽ ആരെങ്കിലും എനിക്ക് അനുകൂലമായി സംസാരിക്കുകയോ എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയോ എന്നെ സഹായിക്കുകയോ ഒരു ചെറിയ സഹായം പോലും എനിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, കർത്താവെ, അവരെ ഓർത്ത് ഇന്ന് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ശത്രുതയിൽ കഴിഞ്ഞ് മാറി നിൽക്കുന്നവരാകാം. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളെ ഒത്തിരി സഹായിച്ച് കരുതി നിങ്ങളെ നോക്കിയവരാകാം, നിങ്ങളെ പരിപാലിച്ചവരാകാം. ഇന്ന് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം അത് ശത്രുതയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മശോധന ചെയ്യുക. കർത്താവെ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ നന്മകളെ നൽകിയ, സഹായങ്ങളെ നൽകിയ എല്ലാവരെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അവരെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്ന ദൈവത്തെ ഇന്ന് ആത്മാർത്ഥമായി നമുക്ക് സ്തുതിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കും, കൂടുതൽ ആരോഗ്യമുണ്ടാകും, പല രോഗങ്ങളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു രാത്രിയാക്കി മാറ്റാം. എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നത് പോലെ നടന്നാൽ പോലും നാം ദൈവത്തിന് നന്ദി പറയുന്നത് ചുരുക്കമാണ്. എന്നാൽ നാം ആഗ്രഹിക്കാത്തതുപോലെ നടന്നാൽ നമുക്ക് ദൈവത്തോട് പിറുപിറുപ്പും പ്രാർത്ഥിക്കാൻ മനസ്സും തോന്നാറില്ല. എന്നാൽ ഇങ്ങനെ ആവരുത്. ദൈവവുമായുള്ള ഒരു ബന്ധം നാം സ്ഥാപിക്കുക. എന്നാൽ അത് ദൈവം നമുക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും ആ ബന്ധത്തിനൊരു കുറവും വരരുത്. എന്തെന്നാൽ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് കർത്താവ് നൽകിയിരിക്കും. ഒരു
പിഞ്ചു കുഞ്ഞിന് കളിക്കാനായി മാരകമായ ആയുധങ്ങൾ അവനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ നൽകുകയില്ല. എന്നാൽ അവൻ പ്രായമായി കഴിയുമ്പോൾ അവന് സ്വന്തമായി അതിൻ്റെ വരും വരായികകൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാൻ അവന് സാധിക്കും. എന്നാൽ ഇന്ന് അതുപോലെ തന്നെ നാം ചോദിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരാത്തതും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ ഈ രാത്രിയിൽ നമുക്ക് ഉള്ളതിനെയും നമുക്കില്ലാത്തതിനെയും ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കർത്താവ് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കും. എല്ലാ രോഗികൾക്കും വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ രോഗാവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രികളിൽ കഴിയുന്ന ഓരോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ICUയിലും വെന്റിലേറ്ററിലും ജീവനോട് മല്ലടിച്ച് കഴിയുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിസ്സഹായരായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിന് നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഡോക്ടേഴ്സ് ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടാലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട്. നിങ്ങൾ സുഖം പ്രാപിക്കും. നിങ്ങളിത് വിശ്വസിക്കുക. കർത്താവിന് എല്ലാം സാധ്യമാണ്. അവൻ്റെ സന്നിധിയിൽ വന്ന ഒരു രോഗി പോലും സൗഖ്യം കിട്ടാതെ തിരികെ പോയിട്ടില്ല. അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നല്ലൊരു ആരോഗ്യമുള്ള ശരീരവും മനസ്സിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചു ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കപ്പോലിസ്, ജെറൂസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ വീണ്ടും നിന്റെ സൗഖ്യത്തിനു വേണ്ടി, നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി, നിന്റെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഒരുമിച്ച് ഞങ്ങളെ കൂട്ടിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും വ്യക്തമായ നിന്റെ പരിപാലനയിൽ കൂടി ഞങ്ങൾ കൂടുതൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതിന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും നൽകി എളിമയും വിശുദ്ധിയും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ ഞങ്ങളെക്കുറിച്ച് ഉന്നതമായ പദ്ധതികളുള്ള, ഉന്നതമായ ആഗ്രഹങ്ങളുള്ള ദൈവമേ, നിന്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ ഞങ്ങൾക്കൊരു നല്ല ഭാവി നൽകാൻ, നല്ല ഉയർന്ന ജീവിതം നൽകാൻ, ശ്രേഷ്ഠമായ ജീവിതം നൽകാൻ, മഹത്തരമായ ജീവിതം നൽകാൻ കർത്താവേ, ഞങ്ങളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ നിനക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ രാത്രിയിൽ കർത്താവേ, അനേകർ രോഗികളായുണ്ട്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗമില്ലാത്തവർക്ക് നീ ആരോഗ്യം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു.
കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ നൽകിയ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും നല്ല ആരോഗ്യപരമായ ജീവിതത്തെയും ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ മനസ്സ് കർത്താവേ, ഇവയ്ക്ക് രോഗം ബാധിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു. അത് നിന്റെ കരുണ ഒന്നു മാത്രമാണ്. അനേകർ അപകടങ്ങളിലൂടെ കൈകാലുകൾ നഷ്ടപ്പെടുന്നു, ജീവിക്കാൻ ബന്ധപ്പെടുന്നു. എന്നാൽ നീ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ശരീരം നൽകി, ആരോഗ്യപരമായ മനസ്സ് നൽകി. അതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, രോഗം വരുന്നതിനു മുൻപ് ആരോഗ്യമുള്ള ഒരു ശരീരം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതോർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിച്ചില്ല. ഞങ്ങളുടെ കഴിവ് കൊണ്ടും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും ഞങ്ങൾ ചെയ്യുന്ന എക്സർസൈസ് കൊണ്ടും ഞങ്ങളുടെ തന്നെ കഴിവുകൊണ്ടുമാണ് ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നത് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ കർത്താവേ, നിന്റെ കാരുണ്യം ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് നൽകിയ ഈ ആരോഗ്യമുള്ള ശരീരം. അതിനാൽ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യമുള്ള ശരീരത്തെ ഓർത്ത്, ആരോഗ്യമുള്ള മനസ്സിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ രോഗികളായ ഓരോരുത്തരെയും ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ അടുത്തു വന്ന എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചു ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും നീ തൊട്ട് സുഖപ്പെടുത്തി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അത്രമാത്രം വേദനിക്കുന്ന, ശരീരത്തിൻ്റെ പുറത്ത് ജീവനുണ്ട് എന്നാൽ അകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം ശരീരത്തിന് സ്റ്റിഫ്നെസ്സും ശരീരത്തിനകത്ത് ഒരു മരവിപ്പോടുകൂടെ ജീവിക്കുന്ന അനേകം രോഗികളുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനോ നടക്കാനോ ജോലി ചെയ്യാനോ എഴുന്നേൽക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന അനേകം രോഗികൾ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. കർത്താവേ, ഡോക്ടേഴ്സിൻ്റെ വാക്കുകൾ കാരണം ഒത്തിരി പ്രത്യാശ നഷ്ടപ്പെട്ട രോഗികളുണ്ട്. ഈ രോഗത്തിന് മരുന്നില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ തളർന്നുപോയ ആ മനസ്സ് നീ കാണണമേ. നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ നീ കാണണമേ. കർത്താവേ, അത് കാരണം ഒത്തിരി മദ്യപാനത്തിന് അടിമയായി എങ്ങനെയും ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി, എല്ലാവരിൽ നിന്നും ഓടിയകന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന ഒരു ചിന്ത ഞങ്ങളെ വീണ്ടും വീണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നു. ഇനി കുടുംബത്തിൽ, സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്. കർത്താവേ, ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നിനക്ക് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതിനാൽ തന്നെ ദൈവം അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം അത് ഞങ്ങൾക്ക് നല്ലതായി വരും. ഇന്ന് ഈ മകൻ, ഈ മകൾ അനുഭവിക്കുന്ന രോഗത്തിന് നിന്നിൽ സൗഖ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഡോക്ടേഴ്സിനോ വൈദ്യ ചികിത്സയ്ക്കോ ഒരുപക്ഷെ ഇവരെ സുഖപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ ഈ രോഗത്തിന് സൗഖ്യമുണ്ട്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ രോഗത്തെ ഓർത്ത് കർത്താവിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക. ഡോക്ടേഴ്സ് എന്താണ് നിങ്ങളോട് പറഞ്ഞത് അതോർത്ത് നിങ്ങൾ നന്ദി അർപ്പിക്കുക. നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതോർത്ത് നിങ്ങൾ നന്ദി അർപ്പിക്കുക. ഈ ജീവിതം ദൈവം നൽകിയ ദാനമാണ്. ആ ദാനം നിങ്ങൾ ഉപയോഗിക്കുക. ആ ദൈവിക ദാനമായ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ അന്തരാത്മാവും ഇന്ന് ദൈവത്തിന് കാഴ്ചയർപ്പിക്കുക. കർത്താവേ, ഞാൻ ഇന്ന് വരെ ഞാൻ ജീവിച്ചു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടായില്ല.
കാരണം ഞാൻ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വിധികർത്താവ്. ഇന്ന് ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ രോഗിയായപ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കിയത്. എന്നെ ശുശ്രൂഷിക്കാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത്. എന്നെ ഇത്രമാത്രം പരിപാലിച്ച ദൈവത്തെ ഞാൻ നന്ദി പറയാൻ മറന്നു. അതിനാൽ ഈ രാത്രിയിൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തെ ഓർത്ത്, നല്ലതും ചീത്തയും സംഭവിച്ചതെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ആരോഗ്യമുള്ള ശരീരത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ രോഗാവസ്ഥയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞാൻ എന്തൊക്കെയോ ആണോ അതെല്ലാം നിന്റെ ദാനമാണ്. എനിക്ക് ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു, ഇല്ലാത്തതിനെ ഓർത്തും നന്ദി പറയുന്നു. എന്തെന്നാൽ നീയാണ് എൻ്റെ കർത്താവായ ദൈവം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, നീ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ. നീ എൻ്റെ ജീവിതത്തെ നയിക്കണമേ. നീ എൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ആരോഗ്യമുള്ള ഒരു ജീവിതം നൽകി ഇനിയും എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ പിഴവുകളെ നീ ക്ഷമിച്ച് ഇനി മുതൽ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ഹൃദയവും എനിക്ക് നൽകി ഈ രാത്രിയിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ സൗഖ്യം നീ ഉറപ്പുവരുത്തണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നീയല്ലാതെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളിൽ സഹായിക്കാനോ കൂടെ നിൽക്കാനോ ആരുമില്ല. അതിനാൽ കർത്താവേ, നിന്നിൽ ഞങ്ങൾ സൗഖ്യം കാണുന്നു, നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിന്നിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നീയാണ് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ എല്ലാം. അതിനാൽ ഇന്ന് രാത്രിയിൽ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് വരെയുണ്ടായ ഞങ്ങളുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥയെയും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ ദുഃഖകരമായ ചിന്തകളെയും കർത്താവേ, നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം തരണമേ. ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം തരണമേ. ഇന്ദ്രിയങ്ങൾക്ക് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ആത്മാവിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സഹനങ്ങളെയും ഓരോ നന്മയെയും തിന്മയെയും നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി നീ മാറ്റി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇതിൽ കടബാധ്യതയുള്ളവർക്ക്, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. സമ്പത്തില്ലാത്തത് കാരണം നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനവും സന്തോഷവും കർത്താവേ, നിന്നിൽ ഞങ്ങൾ കാണുന്നു. നീ സകല സമ്പത്തിൻ്റെയും ഉടയവനാണ്, സകല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവയാണ് അങ്ങ്. അതിനാൽ ഈ രാത്രിയിൽ നീ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നീ കാണണമേ. ശരീരത്തിൽ നിന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയെ നീ കാണണമേ. പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയെ നീ കാണണമേ. കർത്താവേ, ഞങ്ങൾ ഒന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഞങ്ങളുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് സകലതും തന്ന അവസരങ്ങളുണ്ടായിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാൻ മറന്നുപോയി. എന്നാൽ ഇന്ന് ഈ അവസ്ഥയെ ഓർത്ത്, ഞങ്ങളുടെ ഇപ്പോഴത്തെ സഹനങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴത്തെ രോഗങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ നീ ദാനമായി നൽകിയതെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അത് ഓർത്ത്
ദൈനംദിനം നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തെ നീ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കാനുള്ള കൃപയും ശക്തിയും നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികമായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായി ഇന്നും എന്നേക്കും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ എല്ലാ ഭയത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി, നിരാശയിൽ നിന്ന് പ്രത്യാശ നൽകി ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ. എല്ലാം നിന്നിൽ സമർപ്പിച്ച് സ്വസ്ഥമായ ഒരു ഉറക്കം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ. അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ വീണ്ടും ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളിൽ നിന്നും അകന്നുപോയി നിൽക്കുന്നവരെ എല്ലാവരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ രാത്രിയിൽ നീ കാത്ത് സൂക്ഷിക്കണമേ. യാതൊരു അപകടവും ആപത്തും വരാതെ നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാലെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ദൈവീക സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും മാതാവേ നീ ഏറ്റെടുത്ത് നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ആയുസ്സും ആരോഗ്യവും നൽകി നാളത്തെ ദിനം കാണുന്നതിനു വേണ്ടി മാതാവേ, ഈ രാത്രിയിൽ സുഖമായ നിദ്ര ലഭിച്ച് നല്ലൊരു ഉറക്കം കിട്ടാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ പരിപൂർണ ആരോഗ്യം നൽകി, സൗഖ്യം നൽകി, സുഖമായ നിദ്ര നൽകി, ഭയം കൂടാതെ ഉറങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം
നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ വസ്തുവകകൾക്കും മേലുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമേ. ആമേൻ.